ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റോസ്ലി തോമസ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 18-നാണ്. ഇത് 3-ാം തവണയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായ അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന സാക്ഷ്യം ഒരു വീട് വിൽക്കുന്നതുമായി സംബന്ധിച്ചാണ്. എൻ്റെ ഭർത്താവ് ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇടയ്ക്ക് വീട് സ്വന്തമായിട്ട് പണിത് വിൽക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 2022 ഒരു വീട് പണിതു. അത് 23 പൂർത്തിയാക്കി. പക്ഷേ 6-7 മാസം വിൽക്കാൻ മാർക്കറ്റിലിട്ടിട്ടും അത് വിറ്റുപോയില്ല. പല പ്രാവശ്യവും ഓപ്പൺ ഹൗസ് വെച്ചു, ആരും വന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി ലോണൊക്കെ എടുത്താണ് ഞങ്ങൾ വീട് പണിയുന്നത്. പക്ഷേ ഫെബ്രുവരി ആദ്യം ഒരു കസ്റ്റമർ വരികയും അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഫെബ്രുവരി 13-ാം തീയതി സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം അവരതിൽ നിന്ന് പിൻവാങ്ങി. ആ ദിവസം തന്നെ വേറൊരു കസ്റ്റമർ വന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അത് ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഞാൻ അന്ന് നീലത്തിരിയും പച്ചത്തിരിയും ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വീടിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അതുപോലെ തൈലം പല ഭിത്തികളിലും കഥയിലും ഡോറിലുമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് വന്ന് കണ്ട അവർക്കത് ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ട കസ്റ്റമറേക്കാൾ 50,000 രൂപ കൂടുതലിന് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഫെബ്രുവരി 19-ന് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഈ ഏപ്രിൽ 26-ന് വീട് ക്ലോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്കുണ്ടായ വലിയ നഷ്ടത്തിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ഞങ്ങളുടെ വീട് ഒരു പഴയ വീടായിരുന്നു. ഞങ്ങൾക്കത് പൊളിച്ച് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. 3-4 വർഷമായി പെർമിറ്റൊക്കെ എടുത്ത് പണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഈ കൊറോണയൊക്കെ ആയിട്ട് ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് പണിയാൻ പറ്റിയില്ല. ഈ ഇടയ്ക്ക് ഞാനത് ഒരു ജെറിക്കോ പ്രാർത്ഥന ചൊല്ലി 7 ദിവസം ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു. 7-ാം ദിവസം അതിൻ്റെ പണി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീട് പണിയാൻ തുടങ്ങാൻ മാതാവ് അനുഗ്രഹം നൽകി. അതുപോലെ തന്നെ വേറൊരു സാക്ഷിയുള്ളത്, എൻ്റെ മകന് ജോലി കിട്ടിയിരുന്നു. പക്ഷേ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഒരു ഡേറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാനിതുപോലെ മാതാവിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് എല്ലാം ക്ലിയറായി. ഈ സമയത്തെല്ലാം പല പ്രാവശ്യങ്ങളിലും എനിക്ക് മാതാവിൻ്റെ ദർശനങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജോസഫ് അച്ഛൻ വീട്ടിൽ വന്ന് വീട് വെഞ്ചിരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അതിനുശേഷം പിന്നീട് ഒരു ദിവസം അച്ഛൻ വീട്ടിൽ വന്ന് വചനം പങ്കുവയ്ക്കുന്നതായിട്ട് എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു നമുക്ക് വീട് വെഞ്ചിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ വീടല്ലേ, എന്തിനാണ് വെഞ്ചിരിക്കുന്നത്? പക്ഷേ ഞങ്ങൾ ആ വികാരിച്ചനെ വിളിച്ച് വീട് വെഞ്ചിരിച്ചു. പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അച്ഛൻ വചനം പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞത് ആ വചനം സത്യമായി എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരിയേറെ കരഞ്ഞു, സങ്കടപ്പെട്ടു. രാവിലെ 5:30 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു കരയരുതേ, കണ്ണ് തുടയ്ക്കുകയെന്ന് പറഞ്ഞു. അതിൽ പിന്നെ എനിക്ക് കരച്ചിലുണ്ടായില്ല. അതുപോലെ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും തിരിയിൽ നിന്ന് എനിക്ക് അടയാളങ്ങൾ കാണാറുണ്ട്. ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ എനിക്ക് റെയിൻബോ ആയിട്ട് തിരിക്ക് ചുറ്റും ഒരു റൗണ്ട് കളറിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു. അതുപോലെ ഒത്തിരിയേറെ അടയാളങ്ങൾ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ട് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്, പ്രാർത്ഥിച്ച് തന്നെ കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഞങ്ങൾ സാമ്പത്തികമായി പരാധീനം അനുഭവിക്കുന്നവർക്ക് വീട് പണിയാൻ സഹായിക്കാറുണ്ട്. അവശത അനുഭവിക്കുന്ന അനാഥർക്ക് സഹായം ചെയ്യാറുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് സഹായം ചെയ്യാറുണ്ട്. സ്ഥിരമായി തന്നെ സാമ്പത്തികമായി പലരെയും സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പ്രാർത്ഥനയിലും ഒത്തിരി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. റോസ്ലി എന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്ത് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് ഓൾറെഡി ഇവിടെ ഈ അൾത്താരയിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ ഓൾറെഡി ഈ മരിയൻ ഉടമ്പടി വഴി കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാക്ഷ്യം കേട്ടപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഏറെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നടന്ന വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു വീട് അത് ലോണൊക്കെ എടുത്ത് അത് പൂർത്തിയാക്കി, അത് ബിസിനസ് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അത് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ബിസിനസ് ഓൾറെഡി ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്? സഹോദരി നമ്മളോട് പറഞ്ഞു കൃപാസനത്തിലെ വെഞ്ചിരിച്ച ഉടമ്പടി വസ്തുക്കൾ ഈ വീട്ടിൽ തേച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അത് യേശുവാണ് കർത്താവാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ സംജാതമാക്കുന്ന വലിയൊരു നടപടിയാണ്
ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയും. 7 പ്രാവശ്യം ഒലന പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ക്ലയൻറ്റിനേക്കാളും കൂടുതൽ 50,000 രൂപ നൽകി സമയത്തിനുള്ളിൽ അത് വിൽക്കാൻ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ അനുഭവങ്ങളാണ് ഈ സഹോദരിക്ക് മരിയൻ ഉടമ്പടി വഴി കിട്ടിയത്. അത് മരിയൻ ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ്. അതായത് ദൈവമാതാവ് തന്നെ നമ്മളോട് കൂടെയുണ്ടെന്നും ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തി നീ വിഷമിക്കേണ്ട, കരയണ്ട എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിശുദ്ധിയുള്ള ഉടമ്പടി ജീവിതം നയിക്കുന്നതുകൊണ്ടാണ് ഈ സഹോദരിക്ക് അത്തരത്തിലുള്ള സാന്നിധ്യമൊക്കെ ലഭിക്കുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്നാണ് എബ്രായർ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.